കർത്താവിനെ കൂടെ നിർത്തണമെങ്കിൽ ഒരു 9 കാര്യം വേണം. കർത്താവിനെ വിട്ടുപിരിയണമെങ്കിൽ ഒരു കാര്യം മതി. ഇപ്പം നിങ്ങളൊരുത്തനോട് 2-3 ലക്ഷം രൂപ വസ്തു വിൽക്കുമ്പോൾ തരാം എന്നും പറഞ്ഞുകൊണ്ട് മാളെ കെട്ടിക്കാൻ വേണ്ടി മേടിച്ചു. എന്നിട്ട് വസ്തു നിങ്ങളുടെ അയൽവാസിന് മേടിച്ചതാണ്. എന്താ പറഞ്ഞിരിക്കണത്? മകളുടെ കല്യാണമാണ്, മനസ്സമ്മതത്തിന് കഴിഞ്ഞപ്പോൾ നമുക്ക് തരാമെന്ന് പറഞ്ഞ ആൾക്കാരുടെ കാര്യം കാശ് തന്നില്ല, അതുകൊണ്ട് എന്നെ സഹായിക്കണം, അല്ലെങ്കിൽ ഞാൻ കെട്ടിത്തൂക്കുമെന്ന് പറഞ്ഞാൽ മേടിച്ചിരിക്കണ പൈസ മേടിക്കണേ. പിന്നെ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളൊക്കെ പറയും. ഞാൻ കറണ്ട് കമ്പിയെ പിടിക്കും, അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കും എന്നൊക്കെ പറയും. അത് നിലയം വിളിച്ചൊക്കെ നമ്മൾ ഓട്ടോറിക്ഷ ഗിയർ ചേഞ്ച് ചെയ്യണ പോലെ സെക്കൻഡ് ഗിയർ, തേർഡ് ഗിയർ എന്നൊക്കെ പറഞ്ഞ് നിലയം വിളിച്ച് കാശ് പിടിക്കും നമ്മൾ. അത് പ്രൊഫഷണൽ കരച്ചിലുകാരുണ്ട്, അവർ കാശ് വാങ്ങിക്കും. കാശ് വാങ്ങിച്ചിട്ട് തട്ടിപ്പുകാരുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വസ്തു വിൽക്കുമ്പോൾ തരാമെന്നാണ് പറഞ്ഞിരിക്കണത്. ഇനി ഇവരെന്താ വിഷയമെന്ന് വെച്ച് കഴിഞ്ഞാൽ വസ്തു വിൽക്കുന്ന സമയത്ത് ഇവർ പറയും ഞാനൊന്ന് മകളെ കാണാൻ പോകണമെന്നും പറഞ്ഞ് പോകും. മകളുടെ വീട്ടിൽ പോകും. ശരിക്കും പറഞ്ഞാൽ മകളെ കാണാൻ പോണതല്ല, അന്ന് രജിസ്റ്റർ കച്ചേരിയിൽ വസ്തു വിൽക്കാൻ പോവുകയാണ്. അപ്പോൾ രാവിലെ ഇറങ്ങുമ്പോൾ നാട്ടുകാർ ചോദിക്കത്തില്ലേ നിങ്ങളെവിടെ പോണ്? അപ്പോൾ വസ്തു വിൽക്കാൻ പോകണം. ആ വസ്തു വിറ്റില്ല, അപ്പോൾ എൻ്റെ കാശ് കിട്ടുമല്ലേ. അവരെ അറിയിക്കാതിരിക്കാൻ വേണ്ടി നിങ്ങളെന്താ പറയണത്? തലേ ദിവസം എഴുന്നേറ്റും പറയും ഞാൻ എൻ്റെ മകളെ കാണാൻ പോകുമ്പോൾ മകളുടെ വീട്ടിൽ പോയി നിൽക്കും. ഇതിൽ അവിടുന്ന് രജിസ്റ്റർ കച്ചേരി വരും. അപ്പോൾ നിങ്ങളെന്താ ഉദ്ദേശിച്ചിരിക്കണത്? കാശ് കിട്ടുമ്പോൾ ഇവർക്ക് കൊടുക്കരുത്, താമസിക്കണം. അത് നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് വേണമെങ്കിൽ 2 സെൻറ്റ് സ്ഥലം 5 സെൻറ്റ് സ്ഥലം വീടിൻ്റെ അടുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞ് അത് വാങ്ങിക്കണം തൽക്കാലം. അവളെ നമുക്ക് ചെറുവിരലെ നിർത്താം. ഈ ഒറ്റ കാര്യം മതി ക്രിസ്തു വിട്ടുപോകാൻ. ഈശോനെ കൂടെ നിർത്താൻ നമുക്ക് 9 കാര്യം ചെയ്തേണ്ടി വരും. പക്ഷേ ഈശോ വിട്ടുപോകാൻ വേണ്ടി ഈ ഒരൊറ്റ തരികിട പരിപാടി കാണിച്ചാൽ മതി, വിട്ടുപോയിക്കോളൂ. കാര്യം ഈ അനുഗ്രഹ തൊഴിലാളിയുടെ പ്രശ്നമെന്ന് പറയണത് അവൻ ഈശോ ഒരിക്കലും പ്രശ്നമല്ല. ഈശോനെ കൂടെ നിർത്തുന്ന ഒരു പ്രശ്നമല്ല. നമ്മുടെ കള്ളിൽ വള്ളക്കള്ളി വെള്ളം കയറാതിരുന്നാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഡേറ്റി ഫെല്ലോസാണ് ഈ അനുഗ്രഹ തൊഴിലാളികൾ എന്ന് പറയണത്. അവനൊരു വിഷയം വന്നാൽ സുവിശേഷത്തെ നിരക്കാത്തൊരു തീരുമാനം എടുക്കും. ചതിവ്, വഞ്ചന, പറ്റിപ്പ്, മറ്റുള്ളവരുടെ കണ്ണിൽ പൊടിയിടുക, ഇങ്ങനെയുള്ള അഭ്യാസം കാണിക്കും. അതോടുകൂടി അവൻ്റെ കാര്യത്തിൽ തീരുമാനമാകും. കാര്യം എന്താ വെച്ചാൽ ഈശോ ചോദിച്ചൊരു ചോദ്യമുണ്ട്. നിങ്ങൾക്ക് ഈ ലോകത്തിലുള്ള ദൈവസങ്കല്പങ്ങളും ഈശോയും തമ്മിൽ വ്യത്യാസം അതാണ്. എന്താ? നിങ്ങൾക്ക് ആരിൽ എന്നിൽ പാപം ആരോപിക്കാൻ കഴിയും, അതാണ് വിഷയം. അപ്പം ആ ഒരു ഒറ്റ ചോദ്യം കൊണ്ട് മനുഷ്യരാശി ഒതുങ്ങിപ്പോയതാണ്. കൈ ചൂണ്ടാൻ പറ്റത്തില്ല കർത്താവിൻ്റെ നേരെ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ദൈവത്തിൽ നിരക്കാത്തൊരു തീരുമാനം വെച്ചുകൊണ്ടാണ് ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ കർത്താവിന് നിക്കക്കളി ഉണ്ടാകാതിരിക്കും, വിട്ടുപോകും. അപ്പം നമ്മുടെ മുമ്പിലുള്ള റിസ്ക് എന്താ? എന്ത് വില കൊടുത്തും കർത്താവിനെ കൂടെ നിർത്തുകയാണ്. അതെങ്ങനെ കൂടെ നിർത്തണമെങ്കിൽ എന്ത് ചെയ്യണം? ആ റിലേഷൻ അനുഗ്രഹം ബേസ്ഡ് ആകാതെ റിലേഷൻ കണ്ടിന്യൂ ചെയ്യണം. റിലേഷൻ കണ്ടിന്യൂ ചെയ്തിട്ടാണ് അത്. അങ്ങനെ വരുമ്പോൾ നഷ്ടങ്ങളെല്ലാം നിത്യതയ്ക്കുള്ള മുതലോഹരി വരുമാനം തിരിച്ചടച്ചുകൊണ്ടിരിക്കും നമ്മൾ. നിത്യത ഒരിക്കലും നിങ്ങൾക്കത് സൗജന്യ ദാനമാണെന്ന് ഞാൻ പറയത്തില്ല. സൗജന്യ ദാനമാണെന്ന് ഞാൻ എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ രക്ഷാ നടപടി സൗജന്യമാണ്, കർത്താവ് ഏകപക്ഷീയമായി ചെയ്ത കാര്യമാണ്. പക്ഷെ അത് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നത് യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടു പാപത്തിൻ്റെ പരിഹാരം ചെയ്തു. ഇപ്പം ഗവൺമെൻറ് അവർ എടുത്ത ലോണുകളെല്ലാം ഗവൺമെൻറ് നിങ്ങൾ വസ്തുവിനും വിദ്യാഭ്യാസത്തിനും എടുത്ത ലോണെല്ലാം ഗവൺമെൻറ് എഴുതി തള്ളിയെന്ന് പറഞ്ഞ് ക്യാബിനറ്റ് തീരുമാനം ഉണ്ടാകും. ക്യാബിനറ്റ് തീരുമാനമുണ്ട്. എന്താണ്? ഗവൺമെൻറ് തിരിച്ചടച്ചോളാം, ബാങ്കിൽ നിങ്ങളെടുത്ത കാശ് ഗവൺമെൻറ് അടച്ചോളാം എന്നും പറഞ്ഞ് ക്യാബിനറ്റ് തീരുമാനം ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ പറയും ഹാപ്പി ആവും. കാര്യം എന്താണ്? നമ്മൾ കൊടുക്കാനുള്ളത് ഗവൺമെൻറ് കൊടുത്തല്ലോ. ഉടനെ പാസ്ബുക്ക് എടുത്തുകൊണ്ട് ബാങ്കിൽ ചെന്നാൽ കിട്ടുമോ? അത് കിട്ടത്തില്ല. അവർ വേണം ഗവൺമെൻറ് തീരുമാനം എടുത്തതേ ഉള്ളൂ, അടച്ചിട്ടില്ലെന്ന് പറയും. അവരുടെ പ്രോസസ്സ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ആ പൈസ വരണം. യേശു നേടിയെടുത്ത രക്ഷ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ അക്കൗണ്ടിലേക്ക് വരണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ വിശ്വാസം അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യണം. കാര്യം എന്താണ്? ഞാൻ യേശുവിൻ്റെ രക്ഷയിൽ നേടിയെടുത്ത രക്ഷയിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയണം.
ഇപ്പം കത്തോലിക്ക വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത് ചുമ്മാ കയറി വിശ്വസിച്ചിട്ട് വല്ലപാട് 5 പെണ്ണുങ്ങളെയും വെച്ച് ജീവിച്ചാതൊന്നും പരിപാടി നടക്കത്തില്ല. അതെന്താ കാര്യം? അവൻ പറയണ പോലെ ചെയ്യണം. അവനെന്താ പറഞ്ഞിരിക്കണത്? ആദ്യം പറഞ്ഞത് എന്താണ്? അനുദപിക്കുക, സുവിശേഷത്തെ വിശ്വസിക്കുക. അതാണ് വിഷയം. ഇതാണ് താക്കോലെന്ന് പറയണത്. യേശു നേടിയെടുത്ത രക്ഷ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്ന ആദ്യത്തെ താക്കോൽ എന്താണ്? അനുതാപമാണ്. അനുതാപമാണ്. രണ്ടാമത്തെ കേസ് സുവിശേഷത്തെ വിശ്വസിക്കുകയാണ്. സുവിശേഷത്തെ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ അർത്ഥം നമ്മൾ ആ എഴുതി വച്ചിരിക്കുന്ന കാര്യമെല്ലാം വിശ്വസിക്കുന്നതല്ല. എൻ്റെ അർത്ഥം, ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു. ഞാൻ കാരാഗൃഹവാസിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു. എനിക്ക് വിശന്നു, നിങ്ങൾക്ക് ഭക്ഷണം തന്നു. എനിക്ക് ദാഹിച്ചു, അങ്ങനെ കുടിക്കുവാൻ തന്നു. കുറേ പണിയുണ്ട്. സുവിശേഷത്തെ വിശ്വസിക്കുക എന്ന് അതാണ് ഉടമ്പടി നിന്ന് കത്താൻ കാര്യം. ലോകത്ത് ഇന്ന് വരെ ഇറങ്ങിയിട്ടുള്ള പ്രാർത്ഥനാ രൂപങ്ങളിലും പ്രവർത്തന രൂപങ്ങളിലും ഏറ്റവും ടോപ്പ് ഉടമ്പടിയാകാൻ കാരണം എന്താണ്? ഇത് കർത്താവ് പറഞ്ഞ വാക്കുകളെ അക്ഷരം പ്രതി ജനങ്ങൾ ഏറ്റെടുത്ത് നടപ്പിൽ വരുത്തുകയാണ്. അതിനിടയ്ക്ക് എന്ത് ത്യാഗം സഹിച്ചാലും ശരി, സഹിച്ചുകൊണ്ട് ദൈവം മനുഷ്യരെ സാക്ഷിയായിട്ട് ജീവിക്കണം. കൈയടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ആരാധനയിലൂടെ ഞങ്ങൾക്ക് അധിക അഭിഷേകം നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇതാണ് ഈ സത്യവചനം എന്ന് പറയുന്നതിൻ്റെ കാരണം. ആ കാരണം സത്യവചനം, ആ വചനത്തിൻ്റെ സത്യാവസ്ഥ മാത്രമേ സഭ പഠിപ്പിക്കത്തുള്ളൂ. അല്ലാതെ ലൂതറിനെ പോലെ ഫെയ്ത്ത് എലോൺ സഫിക്സ് എന്ന് പറയും. ലൂതർ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? ലൂതറിന് അങ്ങനെ പറയാനേ പറ്റത്തുള്ളൂ. അയാൾ പൗരോഹിത്യമെന്ന കൂദാശ സ്വീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അയാൾ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അയാളുടെ അഗ്ലിയായിട്ടുള്ള ജീവിതം കാരണം വിശുദ്ധ പ്രവർത്തികൾ കൂടെ വേണമെന്ന് പറയാൻ അയാൾക്ക് പറ്റത്തില്ല. അതാണ് വിഷയം. അതങ്ങനെ വ്യക്തിപരമായിട്ടുണ്ടാകുന്ന അപാജയങ്ങളെല്ലാം സുവിശേഷത്തിന് പുറത്ത് കെട്ടിവെച്ചിട്ട് തങ്ങളുടെ തെറ്റിന് ജാമ്യം എടുക്കാൻ വേണ്ടി നോക്കിയാൽ ജാമ്യം കിട്ടത്തില്ല. അതുകൊണ്ട് ഇതൊക്കെ സത്യസന്ധമായിട്ട് പഠിപ്പിക്കാനുള്ള സംവിധാനമുണ്ട്. അതാണ് സഭയെന്ന് പറയണത്. മനുഷ്യർക്ക് തെറ്റാത്ത രീതിയിൽ വചനങ്ങൾ പങ്കുവെക്കാൻ കഴിയണം. അതിനെന്ത് ചെയ്യണം? സത്യതിരുസഭ ഇവിടെ നിലനിൽക്കണം. സഭകളങ്ങനെ പലതുണ്ട്. ഓരോരുത്തരും വചനം കേട്ടിട്ട് ഓരോരുത്തരെ ഒരു കൂട്ടായ്മ ഉണ്ടായിക്കൊണ്ട് നടക്കും. അത് ഗ്രൂപ്പുകളെന്ന് പറയുന്നത് നമ്മളെ ക്രിസ്ത്യൻ ഗ്രൂപ്പുകളാണത്. അത് വേറെ ഗ്രൂപ്പൊന്നുമല്ല. ക്രിസ്ത്യൻ ഗ്രൂപ്പുകളൊക്കെ തിരുസഭയല്ല. തിരുസഭയാകണമെന്നുണ്ടെങ്കിൽ സത്യസുവിശേഷം അനാദികാലം വരെ, ആ ചരിത്രാരംഭം മുതൽ തന്നെ കണ്ടിന്യൂ ചെയ്തു വരണം, യാതൊരുവിധ മാറ്റവുമില്ലാതെ. എൻ്റെ കൈവപ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവികവരം ഊതിക്കത്തിക്കാൻ പൗലോസ് തിമോത്തിയോട് പറഞ്ഞില്ലേ? അപ്പം കൈവപ്പിലൂടെയാണ് ദൈവികവരം, കുദാശവരം കൈമാറി വരണത്. അതിന് ഒരു ക്രൊണോളജിക്കൽ ഹിസ്റ്റോറിക്കൽ കണ്ടിന്യൂറ്റി ഉണ്ടാകണം. ഒരു സഭകൾക്കും, കാത്തലിക് ചർച്ചും അപ്പോസ്തലിക് ചർച്ചുകളും അല്ലാതെ ഒരു സഭയ്ക്കും ഹിസ്റ്റോറിക്കൽ കണ്ടിന്യൂറ്റി ഇല്ല. അതുകൊണ്ട് തന്നെ അതൊന്നും സഭകളേ അല്ല. അവർക്ക് വേണ പേരൊക്കെ വിളിക്കാവേ. അതുകൊണ്ടാണ് നമ്മൾ സത്യസഭകളും ഗ്രൂപ്പുകളും തമ്മിൽ തിരിച്ചറിയണം. അങ്ങനെയാണ്. ശ്രുതികട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ആദ്യമായി
എൻ്റെ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു. ഞാൻ അൾത്താരയിൽ വന്ന് നിൽക്കാൻ ഭാഗ്യം തന്ന ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനുകൂടി നന്ദി. ഞാൻ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് വരുന്നു, ആറന്മുള എന്ന സ്ഥലത്തു നിന്ന്. ഞാൻ ഹിന്ദുവാണ്, പുഷ്പലത. ഞാൻ ഇവിടെ വന്ന് 2019 ഞാൻ ഈ കൃപാസനത്തെ പറ്റി ഞാൻ അറിയുന്നത്. ഒരു പത്രം എനിക്ക് ഒരാൾ തന്ന്, ഞാൻ അന്ന് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അടൂരൊരു പള്ളിയിൽ ഇതുപോലെ പോയപ്പോൾ അവിടെ 2 പത്രം കിടക്കുന്നു. ഞാൻ ആ സിസ്റ്ററോട് ചോദിച്ചു, സിസ്റ്റർ എനിക്ക് ഈ പത്രം ഒന്ന് തരാമോ എന്ന് ചോദിച്ചു. അതിനെന്താ തരാമെന്ന് പറഞ്ഞൊരു പത്രം എനിക്ക് തന്നു. ആ പത്രത്തിൽ കണ്ട വിലാസം നോക്കി ഞാനിവിടെ വന്ന് കലവൂരുന്ന സ്ഥലത്താണെന്ന് അതിലെഴുതിയിട്ടുണ്ട്. എനിക്കൊന്നുമേ അറിയില്ലായിരുന്നു. ഞാനിവിടെ വന്ന് അമ്മയുടെ അടുത്ത് വന്ന് അന്ന് ഞാൻ ഉടമ്പടിയൊന്നും എടുത്തില്ല. ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ച് ഞാൻ തന്നെ പോയി. പിന്നെ അത് കഴിഞ്ഞ് പിന്നെയും ഞാൻ 2-3 മാസം കഴിഞ്ഞപ്പോൾ പിന്നെയും വന്നു. എൻ്റെ അമ്മയുടെ അടുത്ത് വന്ന് എൻ്റെ ഓരോ അനുഭവങ്ങളും ഞാൻ എൻ്റെ അമ്മയോട് സങ്കടങ്ങൾ പറഞ്ഞു. എനിക്കൊരു വീടില്ല, വീട് മൊത്തം പോയി കിടക്കുക, ചോർന്നൊലിച്ച് എല്ലാം നഷ്ടപ്പെട്ട്. എൻ്റെ മകനുണ്ട്, അവൻ എൻ്റെ വീടൊന്നും നോക്കത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ ഈ വീടിങ്ങനെ കിടക്കാൻ പറ്റത്തില്ലല്ലോ, വയ്യാത്തവരും. എൻ്റെ ഭർത്താവാണെങ്കിൽ രോഗി കിടപ്പാണ്, അദ്ദേഹത്തിന് യാതൊന്നിനും ജോലിക്ക് പോകാനും ഒന്നും വയ്യ. അപ്പോൾ എൻ്റെ മോൻ പറഞ്ഞു, അതിനെന്നാ നമുക്ക് ഇത് വീടിൻ്റെ മേൽവശം പൊളിച്ച് കളഞ്ഞിട്ട് നമുക്കത് ശരിയാക്കാമെന്ന് പറഞ്ഞു. മഴ വരുമ്പോഴെല്ലാം ചുവന്നൊലിച്ച് കിടക്കുവാണ്. അവിടുന്ന് ഞാൻ പിന്നെ ഇവനോട് പറഞ്ഞപ്പോൾ ഇവൻ പറഞ്ഞു, വേണ്ട, ഇതിന്ന് ഒന്നിനും പോകണ്ട. അപ്പോൾ എനിക്കൊന്ന് തോന്നി, പഞ്ചായത്തിലൊന്ന് പറഞ്ഞാൽ എന്നാ വീടിന് കിട്ടുമല്ലോ എന്നും കണ്ട് പഞ്ചായത്തിൽ ചെന്ന് പറഞ്ഞ് അവർ പറഞ്ഞ് അതിനെന്നാ തരാമെന്ന് പറഞ്ഞ് വീടിന് സാക്ഷിയായി കഴിഞ്ഞിട്ട് ഇവൻ പറഞ്ഞു, ആ വീട് നമുക്ക് വേണ്ട, നമുക്ക് പഞ്ചായത്തിൽ നിന്ന് വീടേ വേണ്ട എന്ന് പറഞ്ഞു. അപ്പോഴും ഇവൻ പറഞ്ഞ് ഇവൻ തന്നെ ചെയ്തോളാമെന്ന് പറഞ്ഞ് ഇവന് ഒരു പൈസ പോലും നമുക്ക് തരത്തുമില്ല, ഒന്നുമേ ഇല്ല. അപ്പോൾ ഇവനിങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വീടിന് വേണ്ടി ഇവൻ പറഞ്ഞു വേണ്ട, നമുക്കത് വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞാനിങ്ങനെ ഓർത്തിരുന്നപ്പോൾ ഞാൻ ഓർത്ത് ഇത് പറ്റത്തില്ല, ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ എവിടെ പോകും എന്നിങ്ങനെ കണ്ട് ഞാൻ പഞ്ചായത്തിൽ ചെന്ന് പറഞ്ഞ അവർ പറഞ്ഞു, നിങ്ങൾക്ക് വീടിന് അനുവദിച്ചത് ഇതുപോലെ നഷ്ടപ്പെട്ട് വേറൊരാൾക്ക് കൊടുത്തെന്ന് പറഞ്ഞു. ഞാൻ അവിടുന്ന് വന്ന് എൻ്റെ അമ്മയുടെ പത്രം എടുത്ത് എനിക്ക് ബുക്ക് കൊണ്ട് ആ പുസ്തകത്തിൽ പ്രാർത്ഥിച്ച് ഞാൻ പറഞ്ഞു, അമ്മേ മാതാവേ ഈശോയും അമ്മേ എനിക്ക് കയറിക്കിടക്കാനൊരു സ്ഥലം എനിക്ക് തരണേ, എനിക്ക് ഒന്നുമേ ഇല്ല, ആരുമില്ല എന്നെ സഹായിക്കാൻ എന്ന് പറഞ്ഞ് അവിടുന്ന് പിറ്റേ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ആ മെമ്പർ വന്ന് പറഞ്ഞ്, അമ്മയ്ക്ക് വീട് അനുവദിച്ചിട്ടുണ്ട്, അമ്മ വന്ന് അതിന് വേണ്ടുന്ന എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് ചെന്ന് എൻ്റെ വീടിനെ അനുവദിച്ച് ഞാൻ അമ്മയെ ആ അനുവദിച്ച ദിവസം തന്നെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ അമ്മയ്ക്ക് വെച്ച് ആ 3 മാസം കൊണ്ട് എൻ്റെ വീടിൻ്റെ പണി എൻ്റെ ഈശോയും എൻ്റെ അമ്മമാതാവും കെട്ടിത്തറപ്പൊക്കി 4 ലക്ഷം രൂപയിലെ ഒരു പൈസ പോലും എൻ്റെ കയ്യിലില്ലായിരുന്നു. വാർപ്പ് നിരപ്പ് അതെല്ലാ സാധനവും നമ്മൾ ഇച്ചിരി മലയുടെ മണ്ടയ്ക്കാണ് താമസിക്കുന്നത്. അത് ബാക്കിയുള്ള പണി ഒന്നും ചെയ്യാൻ എൻ്റെ പൈസ ഇല്ല. അപ്പോൾ എൻ്റെ ഭർത്താവിന് രോഗശയ്യയിലായി 2 പ്രാവശ്യം വീണ് കോട്ടയം മെഡിക്കൽ കോളേജിലായിരുന്നു. അവിടുന്ന് ഞാൻ അദ്ദേഹത്തെയും കൊണ്ട് പോയി അവിടെ ഓപ്പറേഷൻ കഴിഞ്ഞ് വന്ന് എൻ്റെ മകൾ തിരുവല്ലയില്ല. ഞങ്ങൾ അവിടെ വന്ന് വീട്ടിൽ വെച്ച് അപ്പോൾ ഈ ഷെഡിനകത്ത് കൊണ്ട് അദ്ദേഹത്തെ കിടത്താൻ പറ്റത്തില്ല. അപ്പം ഞാൻ ഈ മോളുടെ അടുത്ത് പോയി താമസിച്ച് കഴിഞ്ഞ് ഞാൻ ഓർത്ത്, മാതാവേ അവിടുന്ന് എനിക്കൊരു ഭവനം തന്നിട്ടുണ്ട്, ഈ മനുഷ്യനെയും കൊണ്ട് ഞാൻ അവിടെ പോയി ജീവിക്കാൻ അദ്ദേഹത്തെ എനിക്ക് അവിടെ കൊണ്ട് എത്തിച്ചു തരണേന്ന് എൻ്റെ അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ അമ്മയെ അവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞ് ഞാൻ ആ ഷെഡിനകത്ത് കിടക്കുന്ന വെള്ളമെല്ലാം ഒലിച്ച് കയറും. ഞാൻ എൻ്റെ വീട്ടിൽ ചെന്നിട്ട് ഞാൻ അവിടെ നിന്ന് എനിക്ക് തന്ന ഭവനത്തിൽ നിന്ന് ബാക്കി പണിയെല്ലാം കിടക്കുക, വാർത്തിട്ടതേ ഉള്ളൂ. ഞാൻ അവിടെ നിന്ന് നെഞ്ചത്തടിച്ച് കരഞ്ഞു, എൻ്റെ പരിശുദ്ധ അമ്മേ എനിക്ക് യാതൊരു നിവൃത്തിയില്ലേ, എൻ്റെ വീടിൻ്റെ പണി എനിക്ക് പൂർത്തീകരിക്കാൻ എനിക്കൊരു പൈസ പോലും ഇല്ലേ എന്ന് പറഞ്ഞു എൻ്റെ അമ്മയോട് സങ്കടപ്പെട്ട് കഴിഞ്ഞ് ഞാൻ ബാങ്കിൽ ചെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവിടെ കടമുണ്ട്. ഞാൻ പറഞ്ഞു, എനിക്ക് സാറേ എനിക്ക് ഇച്ചിരി പൈസ തന്നേ പറ്റത്തുള്ളെന്ന് പറഞ്ഞു. എത്ര രൂപ വേണം നിങ്ങൾ അടയ്ക്കാനുണ്ടല്ലോ? ഞാൻ പറഞ്ഞു, ഞാൻ അടച്ചോളാം, കുറേശ്ശെ ഞാൻ അടച്ചോളാം, നിങ്ങൾക്ക് എത്ര രൂപ വേണം? ഞാൻ പറഞ്ഞു, മാതാവേ സാറേ എനിക്കൊരു 2 ലക്ഷം രൂപ തന്നാൽ മതിയെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് എന്തിനാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ വീടിൻ്റെ പണി പൂർത്തീകരിക്കാനാ.
ആ 2 ലക്ഷം രൂപ മതിയോ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് 2 ലക്ഷം രൂപ മതി, കാര്യം എനിക്ക് അടയ്ക്കാൻ നിവൃത്തിയില്ല. അപ്പോൾ പറഞ്ഞു ശരി തരാമെന്നും പറഞ്ഞാൽ 2 ലക്ഷം രൂപയും കൊണ്ട് വന്ന് ബാക്കിയുള്ള പണി പൂർത്തീകരിച്ചു. എൻ്റെ മാതാവ് ഈശോയും എനിക്ക് ഇത്രയേറെ നന്ദി തന്നു. എൻ്റെ ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനുകോടി നന്ദി. എത്ര സ്തുതിച്ചാലും മതി വരില്ല. ഞാനിന്ന് അതിനകത്താണ് താമസിക്കുന്നത്. പിന്നെ എനിക്ക് എൻ്റെ കുഴി വെള്ളം കിണറ്റിലുണ്ടായിരുന്നു. എല്ലാ ഉണക്ക സമയത്തും വെള്ളം പറ്റിപ്പോവും. എൻ്റെ മാതാവേ, ഞാൻ ഉപ്പ് കൊണ്ടുവന്ന് വെഞ്ചരിച്ച ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ ആ കിണറ്റിലിട്ട് ഇന്ന് ഞാൻ കോരിക്കൂടി. ഇന്ന് ഞാൻ മോട്ടർ അടിച്ച വെള്ളം രാവിലെ എൻ്റെ ആവശ്യത്തിനെടുത്ത് ഇഷ്ടംപോലെ എനിക്ക് വെള്ളം എൻ്റെ മാതാവ് തന്നു. എനിക്ക് കയറി കിടക്കാൻ എല്ലാവരും ആ ഇടയിൽ എല്ലാവരും പറയുന്നത് നീ എങ്ങനെ വീട് വെച്ചു, നീ എങ്ങനെ തന്നു. ഞാൻ അപ്പോഴും പറഞ്ഞു എൻ്റെ അമ്മ മാതാവ് ഈശോയും എനിക്ക് തന്നേ, എനിക്കല്ലാതെ ആരുമില്ല. എൻ്റെ മോൾ എന്നോട് പറഞ്ഞു അമ്മ എങ്ങനെ ഇത് വെച്ച്. അപ്പോഴും ഞാൻ പറഞ്ഞു ഈശോയും അമ്മയാണ് എനിക്ക് തന്നത്. ഇന്ന് ഞാൻ അവിടെ എന്നെ 5:30 ആകുന്നുണ്ടെങ്കിൽ ഇന്ന് ഞാൻ എൻ്റെ ഭർത്താവ് എന്നെ വിളിക്കും. ഞാനൊരു ഹിന്ദുവാണ്, എന്നാലും എൻ്റെ ഭർത്താവ് എന്നെ വിളിക്കും, എടി പ്രാർത്ഥിക്കുന്നില്ലയോ. ഞാൻ എണ്ണീറ്റ് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി എന്ന് ഞാൻ ഇന്ന് ഞാൻ ആ പ്രാർത്ഥന മുടക്കിയിട്ടില്ല. ഇനി എൻ്റെ ജീവിതകാലം മുഴുവനും എൻ്റെ അമ്മ ഈശോയെ മാത്രമേ എനിക്ക് ആശ്രയമുള്ളൂ. പിന്നെ എൻ്റെ മോടെ തലയിൽ ഭയങ്കര ഉയരത്തിൽ നിന്ന് ഒരു തേങ്ങ വന്ന് എൻ്റെ കുഞ്ഞിൻ്റെ തലയുടെ ഉച്ചയ്ക്ക് വന്ന് വീണ് അവളെ ഞാൻ പോലും അറിഞ്ഞില്ല. എന്നോട് പറയാതെ ഒരു കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. ഞാനിവളെ വിളിച്ചെണ്ണ പറഞ്ഞ് അവളെ ആശുപത്രി കൊണ്ട് കുഞ്ഞ് പറഞ്ഞ് അമ്മയെ ആശുപത്രിക്ക്. ഞാൻ ചോദിച്ചു എന്താ മോനെ, അമ്മയുടെ തലയിൽ ഒരു തേങ്ങ വീണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ ദൈവമേ ഇനി എന്ത് ചെയ്യും. ഞാൻ കൈയും കാലും മുഖവും കഴിയിച്ച് ഞാൻ എൻ്റെ മാതാവിൻ്റെ അടുത്ത് നിന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു, പരിശുദ്ധ അമ്മേ അവയ്ക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്, എനിക്ക് ഒറ്റ മോളെ ഉള്ളേ, മാതാവേ നീ കാത്തോണേ, നീ കൂടെ പോണേ, എൻ്റെ കുഞ്ഞിനൊന്നും വരല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അവിടെ സ്കാൻ ചെയ്ത് അതിശയമായിട്ട് ഡോക്ടർ പറഞ്ഞു യാതൊരു കുഴപ്പങ്ങളും ഇല്ലെന്ന്, നീ മോളായി നിൽക്കുന്നത്. അവൾക്ക് ഈ സമയം വരെ ഞാൻ എപ്പോഴും ചോദിക്കും മോളെ തലയ്ക്ക് ഒരു കുഴപ്പവും ഇല്ലെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് ഒത്തിരി 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 എൻ്റെ അമ്മ മാതാവ് തന്ന ഒരുപാട് അനുഗ്രഹങ്ങൾ, ഒരുപാട് ചെറുതും വലുതുമായ അനുഗ്രഹങ്ങൾ. ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും എൻ്റെ അമ്മ അത് കേൾക്കും. പരിശുദ്ധ അമ്മേ, ഇനിയുള്ള കാലം മുഴുവൻ എൻ്റെ അമ്മയെ ഈശോയെ മാത്രം മതി എനിക്ക്. അങ്ങനെ ഞാൻ ജീവിക്കുന്നത്. ഇത്രയും നന്ദി പറഞ്ഞ് എൻ്റെ അമ്മയ്ക്ക് ഈശോയ്ക്കും കോടാനുകോടി നന്ദി. ഈ അൽത്താരെ കയറി ഞാൻ ആദ്യമായിട്ടാണ് കയറി ഇങ്ങനെ മൈക്ക് പിടിച്ച് സംസാരിക്കുന്നത്. എൻ്റെ അമ്മ ഈശോയും 1 കോടി നന്ദി, 1 കോടി നന്ദി. എത്ര പറഞ്ഞാലും മതിയാവില്ല. അത് കഴിഞ്ഞ് എൻ്റെ ഭർത്താവ് വീണ് കിടന്ന് ഞാൻ ഇപ്പോൾ 2.5 വർഷമായി കിടന്ന കിടപ്പിലാണ്. എല്ലാം അദ്ദേഹത്തിന് എഴുന്നേക്കാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു, അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇനി നടക്കത്തില്ല. എൻ്റെ മോൻ ചോദിച്ചു നിങ്ങൾ വലിയ ഭക്തയാണല്ലോ അമ്മ എന്താ അച്ഛനെ നടത്താത്തതെന്ന്. ഞാൻ എൻ്റെ അമ്മയുടെ വെഞ്ചരിച്ച ഉപ്പും തൈലവും എന്ന് ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കാലെ പുരട്ടുമായിരുന്നു. ഇപ്പം അദ്ദേഹം തന്നെ എഴുന്നേറ്റ് നടക്കും. എൻ്റെ അമ്മയെ ഈശോയെ 1000 കോടാനുകോടി നന്ദി. അദ്ദേഹം നടക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്ക് 1 കോടി നന്ദി, 1 കോടി. എത്ര സ്തുതിച്ചാലും മതി വരില്ലേ. പിന്നെ കാരുണ്യ പ്രവൃത്തി എന്ന് പറയുന്നത് പ്രായമായി ഞാൻ എൻ്റെ ഭർത്താവിനെ ഇതെല്ലാം നോക്കിയിട്ട് ഞാനിങ്ങനെ ഒന്നിനും പോയിട്ടില്ല. പക്ഷേങ്കിൽ എന്നോട് എവിടെ വെച്ച് ഒരച്ഛനും അമ്മയും പ്രായമുള്ളവരാരും എനിക്ക് വിശന്നെന്ന് പറഞ്ഞാലും മോളെ എനിക്ക് തരാൻ പറഞ്ഞ് ഞാൻ 10 രൂപ വെച്ചാൽ 100 രൂപ കൊടുക്കും. എൻ്റെ കയ്യിലില്ല കൊടുക്കാൻ, എന്നാലും ഞാൻ കൊടുക്കും. അത്രയും എനിക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഭക്ഷണവും വാങ്ങിച്ചു കൊടുത്തു. അതാണ് ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തി. അല്ലാതെ പത്രം കൊണ്ട് കൊടുക്കും. ഞാൻ എല്ലാവരും എന്നോട് പറയും, പത്രം കൊണ്ട് കൊടുക്കാൻ ചെല്ലുമ്പോൾ പറയും ഇതെന്തിനാ, നിങ്ങൾക്ക് വേറെ ഒരു പണിയില്ലേ, ഇതെന്തിനാ, ഞങ്ങൾക്ക് വേണ്ട. ഞാൻ പറയാം അങ്ങനെ പറയല്ലേ. എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ ഞാൻ അവരോട് പറയും. ഒത്തിരി പേരോട് ഞാൻ പറഞ്ഞു. ഈ കഴിഞ്ഞ മാസം ഞാൻ പത്രം വാങ്ങിച്ചുകൊണ്ട് നിന്ന് എല്ലാവരും എൻ്റെ കയ്യിൽ നിന്ന് പത്രം വാങ്ങിച്ചു. ആരും പറഞ്ഞില്ല വേണ്ടെന്ന്.
ഞാൻ ഇത്രയും നന്ദി എനിക്ക് തന്ന ഈശോയ്ക്കും അമ്മയ്ക്കും 1 കോടി നന്ദി. എത്ര സ്തുതിച്ചാലും മതി വരില്ല. ആത്മീയ ജീവിതം ഞാൻ 5:30 എൻ്റെ ഭർത്താവ് വിളിച്ച് ഞാൻ പ്രാർത്ഥിക്കും. സന്ധ്യാപ്രാർത്ഥനയുണ്ട്. അതിതുവരെ മുടങ്ങിയിട്ടില്ല. ചില ദിവസം ഇച്ചിരി താമസിക്കും. എന്നാലും ഞാൻ ഈശോയോടും അമ്മയോടും പറയും, അമ്മേ ഞാൻ ഇത്രയും ഒരു ചെറിയ പണിയുണ്ട് എനിക്ക്, ഞാൻ അതിനും പോയിട്ട് വന്ന് വീട്ടിലെ ജോലി അദ്ദേഹത്തെ ശുശ്രൂഷിച്ചു. അമ്മേ ഞാൻ എൻ്റെ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയത് അമ്മേനോട് ക്ഷമിക്കണേ എന്ന് പറയും. എന്നാലും ഞാൻ എല്ലാ ദിവസവും ഞാൻ മുടങ്ങാതില്ല പ്രാർത്ഥിക്കും. എൻ്റെ ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി. ബൈബിളിൽ ഞാൻ വായിക്കും, ജപമാല മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കും. എനിക്ക് കാല് മടക്കത്തില്ലായിരുന്നു. ഞാൻ ആ മുട്ടുകാലയിൽ നിന്ന് ആ ജപമാല തീരുന്നിടം വരെ ഞാൻ പ്രാർത്ഥിക്കും. ഇത്രയാണ് ഞാൻ ചെയ്യുന്നത്. എൻ്റെ മാതാവേ, ഈശോയ്ക്കും കോടാനുകോടി നന്ദി. പരിശുദ്ധ അമ്മയ്ക്കും ദിവ്യകുമാരനും 1000 നന്ദി പറയുന്നു. കൃപാസന മൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാനായിട്ട് ഈ അനുഗ്രഹം നൽകിയതിനോടത്ത് ഒരുപാട് നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു. എൻ്റെ പേര് ലാജി. ഞാൻ UK ഞാൻ ആദ്യമായി തീർത്ഥാടന ഉടമ്പടി നടത്തിയത് 2024 ഓഗസ്റ്റ് 14 ഞാനും എൻ്റെ സഹോദരിയും കൂടെ ഇവിടെ വന്നു. ഒരുപാട് കേട്ടിട്ടുണ്ട്. പിന്നെ യൂട്യൂബിൽ കൂടെ ഒരുപാട് പ്രാർത്ഥനകളും അല്ലെങ്കിൽ സാക്ഷ്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അപ്പം ഉടമ്പടി എടുക്കാനായിട്ട് എടുത്തു. അന്നേരം പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലായിരുന്നു. എന്നാലും ഞാൻ എൻ്റെ ഒരിക്കലും നടക്കില്ല എന്നുള്ളൊരു കാര്യം അതിൽ 6 കാര്യങ്ങളൊന്നായിരുന്നു. പക്ഷേ ആ കാര്യമാണ് ഏറ്റവും കൂടുതൽ നടന്നത്. എൻ്റെ കൂടെയുള്ളത് എൻ്റെ സഹോദരനും എൻ്റെ സിസ്റ്ററിനുമാണ്. ഏകദേശം ഒരു 30-32 വർഷത്തോളമായിട്ട് എൻ്റെ സഹോദരൻ അത്യാവശ്യം മദ്യപാനവും ഇച്ചിരി നിരുത്തരവാദിത്വപരമായിട്ടും അങ്ങനെ വലിയ കാര്യങ്ങളൊന്നുമില്ലാതെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പുള്ളിയുടെ കാര്യങ്ങൾ മാത്രം, സന്തോഷമില്ല, സ്നേഹമില്ല, കരുതലില്ല, അങ്ങനെയൊക്കെ ഓരോ രീതിയിൽ കടന്നു പോകുമായിരുന്നു. അപ്പോൾ ഒരുപാട് പ്രാർത്ഥനകളൊക്കെ നടത്തിയിട്ടും അത് മാറാതെയായി. തിരിച്ച് ഇപ്പം ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് പോയിട്ടും തിരിച്ച് നമുക്ക് വീട്ടിലേക്ക് കടന്നു പോയി സന്തോഷത്തോടെ ചെല്ലാനോ അതിനുള്ളൊരു സ്പേസൊന്നും ഉണ്ടാവാറില്ല. അവസാനം ഇത് നടക്കൂല എന്ന് വിചാരിച്ച് ഞാൻ 6 നിയോഗങ്ങളുടെ കൂട്ടത്തിൽ ഈ ഒരു നിയോഗം കൂടെ കിടക്കട്ടെ, മാതാവിനൊരു പണി എന്ന രീതിയിൽ കൊടുത്തു. പക്ഷേ മാതാവ് ആദ്യം ചെയ്തതാണ് ഈ 30-32 വർഷത്തിന് ശേഷം ഞങ്ങൾ ഉടമ്പടി എടുത്ത് പോയതിന് ശേഷം 2 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ സിസ്റ്റർ ഇല്ലോയും മോനും കൂടെ വന്ന് ഉടമ്പടി എടുക്കാൻ പറ്റി. അതിനുശേഷം ഞാൻ UK പോയിരുന്നു. കേൾക്കുന്നത് എൻ്റെ ആങ്ങള കള്ളുകൂടിയൊക്കെ നിർത്തി. അവൻ പ്രാർത്ഥനയും രാവിലെ 5:30 പള്ളിയിൽ പോകും, വൈകുന്നേരം പ്രാർത്ഥനയെല്ലാം വളരെ ഭക്തിയോട് ചെല്ലും, ഞങ്ങൾ വിളിക്കും. അപ്പം അങ്ങനെ ഒരുപാട് വർഷത്തിന് ശേഷം എൻ്റെ സഹോദരനെ തിരിച്ചു കിട്ടി. അവൻ്റെ ചിരിയൊക്കെ ഞങ്ങൾ ഒരുപാട് വർഷത്തിന് ശേഷം അങ്ങനെ ഒരു 20 വർഷത്തിന് ശേഷം എനിക്ക് എൻ്റെ വീട്ടിൽ സന്തോഷമായിട്ട് പോകാനൊക്കെ എനിക്ക് പറ്റി. ഇപ്പം ഞങ്ങളെല്ലാവരും ദൈവത്തിന് നന്ദി പറയുന്നതിന്. അതുപോലെ തന്നെ ചെറുതും വലുതുമായ ഒരുപാട് കൃപകൾ പരിശുദ്ധ അമ്മയിലൂടെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. എൻ്റെ പ്രാർത്ഥനാ ജീവിതം ഒരുപാട് ശക്തി പ്രാപിച്ചു. എൻ്റെ സഹനങ്ങളിൽ എനിക്ക് ഈശോയെ മുറുകെ പിടിക്കാനുള്ള കൃപാവൻ എനിക്ക് തന്നു. അതുപോലെ എനിക്ക് വലിയൊരു കാര്യമായിരുന്നു. അത് എനിക്കറിയാം എത്രമാത്രം മനസ്സിലാക്കിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഈ വർഷം ഞാൻ ഒരുപാട് സഹനത്തോടെ കടന്നു പോവുകയാണ്. ജനുവരി 12 എൻ്റെ ബർത്ത്ഡേ. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, രാവിലെ പ്രാർത്ഥനയും ബൈബിൾ വായനയും 153 മണി ജപം എല്ലാം കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്, എനിക്കിന്നൊരു സമ്മാനം തരണം കേട്ടോ, ഞാനത് ആഘോഷിക്കണമെന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്ന് കുറച്ച് നേരം പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞ് ഞാൻ വെറുതെ ഇങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ബർത്ത്ഡേ ആണെങ്കിലും ഞങ്ങൾ ആഘോഷങ്ങളൊന്നും പ്ലാൻ ചെയ്തില്ല. അങ്ങനെ ഞാൻ പുറത്തേക്ക് നോക്കിയപ്പോൾ ജനുവരി എന്ന് വെച്ചാൽ UK ഭയങ്കര തണുപ്പിൻ്റെ സമയമാണ്. അപ്പം നമുക്ക് ഹാർഡ്ലി ആണ് സൂര്യനെ കാണാൻ പറ്റുക. അപ്പം ഞാനിങ്ങനെ പുറത്തേക്ക് നോക്കി, എൻ്റെ വാതിലിൻ്റെ പുറത്തേക്കൂടെ ഇങ്ങനെ ആകാശത്തോട് നോക്കിയപ്പോൾ ഒരു സൈഡിൽ വലിയൊരു നക്ഷത്രം, അതിനൊരു 3-4 കളറുണ്ട്. ഒരു ഗ്രേ കളറ്, പിന്നെ ബ്രൈറ്റ് ഓറഞ്ച്, ഒരു ലൈറ്റ് ബ്ലൂ ആൻഡ് ഗ്രേയിഷ് പിങ്ക്. അങ്ങനെ അപ്പം ഞാനൊരു വിശ്വസിച്ചൊന്നുമില്ല. അങ്ങനെ കണ്ണൊക്കെ തിരുമ്മി 2 പ്രാവശ്യം നോക്കി, എനിക്കൊന്നും തോന്നിയില്ല. അത് കഴിഞ്ഞ് കുറച്ച് നേരം അതവിടെ നിന്നു. അതിനുശേഷം ഞാൻ കണ്ണടയ്ക്കുമ്പോൾ അത് ഡിസപ്പിയറായി. അത് കഴിഞ്ഞ് കണ്ണടയ്ക്കുമ്പോൾ എൻ്റെ കൺമുമ്പിൽ വലിയ നക്ഷത്രം, നമ്മൾ ക്രിസ്മസിനൊക്കെ ലൈറ്റ് ഇട്ട് നിൽക്കുന്ന പോലെ ഒരു നക്ഷത്രം എൻ്റെ കൺമുമ്പിൽ വരും. അത് കഴിഞ്ഞപ്പോൾ ഇതെന്താണോ ഇങ്ങനെ സംഭവിക്കുന്നത്, കണ്ണ് തുറന്ന് നോക്കുമ്പോൾ അത് എൻ്റെ വീടിൻ്റെ അപ്പർ സൈഡിൽ നിൽക്കും, മേളിൽ. ഞാനിങ്ങനെ നോക്കുമ്പോൾ അതിൻ്റെ അടുത്തേക്ക് പാഞ്ഞു വരും. അങ്ങനെ ഒരു 3-4 പ്രാവശ്യം അനുഭവം ഉണ്ടായി. എനിക്കങ്ങനെ വീഡിയോ ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല. അതിനുശേഷം ഞാൻ അതിനെക്കുറിച്ച് അങ്ങനെ കുറേ നേരം കണ്ണൊക്കെ തിരുമ്പി ഇത് തോന്നുന്നതായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ കുറേ പ്രാവശ്യം അങ്ങനെ തോന്നലുണ്ടാവില്ലല്ലോ. അപ്പം ഞാൻ ഓർത്ത്, മാതാവ് എനിക്ക് വേണ്ടിയിട്ട് തന്ന സമ്മാനം അതാണെന്ന് വിശ്വസിച്ചു.
അതുപോലെ തന്നെ അത് കഴിഞ്ഞ ശേഷം ഞാൻ ബൈബിൾ വാചകം എടുത്ത് നോക്കി. അപ്പോൾ ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിലെ ഒരു വചനം എനിക്ക് തെളിഞ്ഞു വന്നു. അപ്പോൾ ആദ്യം ദർശനത്തിൽ ഞാൻ കണ്ട ഗബ്രിയേൽ സായാമിൻ്റെ ബലിയുടെ സമയത്ത് എൻ്റെ അടുത്തേക്ക് പറന്നു വന്നു. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 9:21. അപ്പം ഞാനങ്ങനെ വിചാരിച്ചു, ദൈവമേ എനിക്ക് മാതാവ് തന്നൊരു അടയാളമാണ് അതെന്ന് വിചാരിച്ചു. അതുപോലെ ഞാൻ പറഞ്ഞില്ലേ, വിശുദ്ധ കുർബാനയിലും കൂടുതൽ കുർബാന പങ്കെടുക്കാനും ദിവ്യകാരുണ്യനാഥനെ ഒരുപാട് സ്നേഹിക്കാനുള്ള കൃപാവരം എനിക്ക് ലഭിച്ചു. അതുപോലെ ഞങ്ങളുടെ കുടുംബങ്ങളിലെല്ലാം എൻ്റെ സഹോദരൻ്റെ വ്യത്യാസം തന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ വലിയൊരു അനുഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരുപാട് ദൈവത്തെ സ്തുതിക്കാനും ഇനിയും പരിശുദ്ധ അമ്മയും ദൈവകുമാരനും ഞങ്ങളുടെ ജീവിതത്തിലൂടെ നീളം ഞങ്ങൾ നയിക്കുമെന്നുള്ള വിശ്വാസവും ഇനി ഉടമ്പടി ഇതിലൂടെ മുന്നോട്ട് പോകണം എന്നുള്ളൊരു ആഗ്രഹവും ഒക്കെയാണ് എനിക്കുള്ളത്. ദൈവകുമാരനും പരിശുദ്ധ അമ്മയ്ക്കും ഒരുപാട് നന്ദി. ഒരു വാക്ക് പറയാൻ എൻ്റെ സഹോദരൻ്റെ കയ്യിൽ കൊടുക്കുന്നു. ഈ അവസരം നൽകിയ പരിശുദ്ധ മാതാവിനും 1000 നന്ദി ഞങ്ങൾ അർപ്പിച്ചുകൊള്ളുന്നു. കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ UK-യിലാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട്. ഞാൻ എല്ലാ പറ്റുന്ന പോലെയൊക്കെ അവിടെ ഫുഡ് ബാങ്ക് ഉണ്ട്, അവിടെ എങ്ങനെ അവിടേക്ക് ഡൊണേഷൻ കൊടുക്കും ഫുഡ് ബാങ്കിലേക്ക്. അതുപോലെ പറ്റുന്ന രീതിയിൽ സഹായിക്കാൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലെല്ലാം ചെയ്തു കൊടുക്കും അതിന് അവകാശമുള്ളവർക്ക്. പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ഇവിടുന്ന് പോയപ്പോൾ കൊണ്ടുപോയി പത്രങ്ങളെല്ലാം പ്രാർത്ഥിച്ച് ഓരോരുത്തർക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴും ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നത്, ഞാൻ എല്ലാ ദിവസവും രാവിലെ യൂട്യൂബിൽ പ്രെയർ ലൈവ് കാണും. അതുപോലെ തന്നെ ഞാൻ 5:30 ഇവിടുത്തെ 5:30 എന്ന് വെച്ചാൽ അവിടെ 12 മണിയൊക്കെ ആയിരിക്കും. അപ്പം ഞാൻ എണീറ്റ് അന്നേരം പ്രാർത്ഥിക്കും. അതിനുശേഷം അത് ലൈവ് കൂടും. അതുപോലെ തന്നെ 5:30 മണിക്ക് അവിടുത്തെ 5:30 മണിക്ക് ഞാൻ പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലും. അത് ഞാൻ ഷെയർ ചെയ്യും. അതുപോലെ സാക്ഷ്യങ്ങൾ കേൾക്കും, അത് ഷെയർ ചെയ്യും. പിന്നെ ഉടമ്പടി ധ്യാനങ്ങൾ ഒന്നുപോലും കളയാറില്ല. ഞാൻ 2024 ഉടമ്പടി എടുത്തെങ്കിലും അത്ര പറ്റുന്ന രീതിയിലൊക്കെ ചെയ്തുള്ളൂ. പക്ഷേ അതിനുശേഷം ഞാൻ വളരെ ഒരുക്കത്തോടെ എനിക്ക് ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ പറ്റി. കഴിഞ്ഞ 3 മാസം വളരെ കൃത്യമായിട്ട് തന്നെ എനിക്ക് തമ്പുരാൻ പാലിക്കാനായിട്ടുള്ള കൃപ എനിക്ക് തമ്പുരാനും പരിശുദ്ധ അമ്മയും നൽകി. ഇനി അങ്ങോട്ടും ഞാനും എൻ്റെ കുടുംബവും ഉടമ്പടിയിൽ തന്നെ ജീവിക്കാൻ എനിക്ക് കൃപ തരുമെന്നുള്ള വിശ്വാസത്തോടെ ഞാൻ നിർത്തുന്നു. അതുപോലെ തന്നെ എൻ്റെ കുടുംബത്തിൽ എല്ലാവരോടും കൂടി വന്ന് സാക്ഷ്യം പറയാൻ എനിക്കൊരു അവസരം പരിശുദ്ധ അമ്മ തരുമെന്നുള്ള വിശ്വസിക്കുന്നു.